മലപ്പുറം കാളികാവ് അടയ്ക്കാക്കുണ്ടിലെ നരഭോജി കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി എന്നൊരു വാർത്ത വരുന്നുണ്ട്. കേരള എസ്റ്റേറ്റിന് സമീപത്തെ റോഡിലാണ് കാൽപ്പാടുകൾ ഉള്ളത്. വനമുദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. മുബഷിർ പി അക്ബർ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷിർ പി അക്ബർ, ഈ പഗ്മാർക്ക് കണ്ടെത്തിയത് എവിടെയാണ്? കാളികാവിനടുത്ത് കരുവാരക്കുണ്ട് മേഖലയിലെ കേരള എസ്റ്റേറ്റിന് സമീപത്തായാണ് ഇപ്പോൾ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ മൂന്നാം ദിവസം ഉണ്ടായൊരു സമയത്ത് കടുവയുടെ ചിത്രങ്ങളൊക്കെ തന്നെ ആ മേഖലയിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറയിൽ പതിഞ്ഞിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ തിരച്ചിലിൻ്റെ 5ാം ദിവസത്തിൽ നിർണായകമായിട്ടുള്ള കാൽപ്പാടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു മേഖലയിൽ കടുവകൾ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നതാണ് ഈ കാൽപ്പാടുകൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി ഇപ്പോൾ തുടരുകയാണ്. പല മേഖലകളിലായി ലൈവ് സ്ട്രീമിംഗുകൾ 5 ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലായിരുന്നു 3ാമത്തെ ദിവസം കടുവയുടെ ചിത്രം ഈ ഒരു മേഖലയിൽ തെളിഞ്ഞിരുന്നത്. ഊർജിതമായ തിരച്ചിൽ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പോൾ കാൽപ്പാടുകൾ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ കൂടുതൽ വനപാലകർ അടങ്ങുന്ന സംഘം ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞൾപ്പാറ ഉൾപ്പെടുന്ന മേഖലയിൽ കേന്ദ്രീകരിച്ച് തന്നെയാണ് നിലവിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ കടുവയെ ഏതെങ്കിലും മേഖലയിൽ കണ്ടെത്തുകയാണെങ്കിൽ ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി നേരത്തെ തന്നെ ഇവിടെ കുങ്കിയാനകളെ എത്തിച്ചിരുന്നു. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 2 കുങ്കിയാനകൾ ഇപ്പോഴും ഈ ഒരു മേഖലയിലുണ്ട്. ട്രാക്കിംഗ് സാധ്യമായാൽ മാത്രമേ കുങ്കിയാനകളെ ഇറക്കിയുള്ളൊരു പ്രവർത്തനം നടത്താൻ സാധിക്കൂ എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വനം വകുപ്പും അറിയിക്കുന്നത്. നിർണായകമായ ദിവസമാണ് തിരച്ചിലിനെ സംബന്ധിച്ച് കടുവാ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഇന്നത്തേത്. 5ാമത്തെ ദിവസവും കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഈ പശ്ചിമഘട്ട മലനിരയോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ആ നിലയിൽ തന്നെ തുടരുന്നുണ്ട്. നിലവിൽ പല മേഖലകളായിട്ട് 50ഓളം ക്യാമറകൾ പല മേഖലകളിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മാത്രം ഒരു ക്യാമറയിലായിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങളും പതിഞ്ഞിരുന്നത്. എന്തായാലും കാൽപ്പാടുകൾ ഉൾപ്പെടെ കണ്ടെത്തിയൊരു പശ്ചാത്തലത്തിൽ ഇന്ന് കടുവയെ പിടികൂടാൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് നാട്ടുകാരും പങ്കുവെക്കുന്നത്. അല്ലാത്ത സാഹചര്യത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് നാട്ടുകാർ അറിയിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം മുബഷിർ പി അക്ബറാണ് ചേർന്നത്. നരഭോജി കടുവയെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. ഭീതിയിലാണ് നാട്ടുകാർ. നരഭോജി കടുവയാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് ഓർമ്മിക്കുന്നുണ്ടല്ലോ. പാവം ടാപ്പിംഗ് തൊഴിലാളിയുടെ ജീവനെടുത്തത് ഇതേ നരഭോജി കടുവയാണ്.